കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ ഏൽപ്പിച്ച് നാടിന് മാതൃകയായി 3 കുട്ടികൾ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. ഇടുക്കി ഉപ്പതോട് സ്വദേശികളായ ജെറിൻ ജോമോൻ ചില്ലാറ്റിക്കൽ, ഗൗതം കൃഷ്ണ, മഞ്ചേഷ് കല്ലിങ്കൽ, ആദിത്യൻ ഷിജി കാരിക്കാമറ്റത്തിൽ എന്നിവരാണ് സത്യസന്ധതയ്ക്ക് മാതൃകയായി മാറിയത്. ഇവരെ പ്രതിഭ ഗ്രന്ഥശാലയുടെയും തണൽ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ആദരിച്ചു. വിദേശത്തു നിന്നും അവധിക്ക് എത്തിയ ഉപ്പുതോട് പുന്നത്താനത്ത് സോണിയയുടെ 1.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല കഴിഞ്ഞ ദിവസം കളഞ്ഞുപോയിരുന്നു. പലയിടത്തും തിരഞ്ഞെങ്കിലും ഇവർക്ക് മാല കണ്ടെത്തുവാനായില്ല. ഇതിനിടെയാണ് പിന്നീട് അതുവഴി വന്ന ഉപ്പുതോട് നിവാസികളായ ചില്ലാറ്റിക്കൽ ജെറിൻ ജോമോൻ, കല്ലിങ്കൽ ഗൗതം കൃഷ്ണ, മഞ്ചേഷ് കാരിക്കാമറ്റത്തിൽ, ആദിത്യൻ ഷിജി എന്നീ വിദ്യാർത്ഥികൾക്ക് വഴിവെക്കു നിന്നും സ്വർണ്ണമാല ലഭിക്കുന്നത്. തുടർന്ന് മാല ലഭിച്ച വിവരം മരിയാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സമീപവാസിയുമായ പ്രിജിനി ടോമിയെ കുട്ടികൾ അറിയിക്കുകയായിരുന്നു. വഴിയിൽ നിന്ന് ലഭിച്ച സ്വർണ്ണമാല ഉടമസ്ഥനെ തിരികെ ഏൽപ്പിക്കാൻ കുട്ടികൾ കാണിച്ച സത്യസന്ധതയെ പ്രകീർത്തിച്ചുകൊണ്ട് ഉപ്പുതോട് പ്രതിഭാ ഗ്രന്ഥശാലയുടെയും തണൽ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഇവരെ അനുമോദിച്ചു. വെള്ളത്തിൽ വീണ 2 കുട്ടികളെ രക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് നമ്മളിവിടെ വെച്ച് മെമ്മന്റോയിൽ കൊടുക്കുകയും ഇതുപോലെ ഒരു ആദരവ് സംഘടിപ്പിക്കുകയും ചെയ്തു. അത് 10 വർഷത്തിന് മേലെയായി എന്ന് തോന്നുന്നു അല്ലെ? ഇത് തീർത്തും നമ്മള് അവരെ ശരിക്കും അനുമോദിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. നമ്മുടെ കുഞ്ഞേട്ടൻ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതിയാണ് കുഞ്ഞേട്ടൻ ഇവിടെ പറഞ്ഞത്. ചെറുപ്പക്കാരായവരെല്ലാരും ഈ നാട്ടിൽ നിൽക്കാതെ നാട് വിട്ട് ഓടുകയാണ് എന്ന് പറയുന്നത് ശരി. കാരണം ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കുന്ന കാര്യമൊക്കെ കുഞ്ഞേട്ടനോട് പറഞ്ഞു. അതുപോലെ അക്രമവും അരാജകത്വവും വളർന്നു വരികയാണ്. ഒരു ഉദ്യോഗം കിട്ടിയാൽ നാട്ടുകാരന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ച് എങ്ങനെ കൂടുതൽ ഫീസ് ഉയർത്തിക്കാം എന്നുള്ള ചിന്തയിലാണ്. ഇവിടെ തന്നെ വിജിലൻസിന്റെ പിടിയിലൊക്കെ എത്ര പേരായിരിക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാരും വില്ലേജിലും താലൂക്കിലും ഒക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇവിടെ വളർന്നു വരികയാണ്. അതിനെപ്പറ്റിയാണ് കുഞ്ഞാട്ടിയുടെ ഊന്നി പറഞ്ഞത്. അത് തീർത്തും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ബ്രെയിൻ നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ തലച്ചോറുള്ള നല്ല ബുദ്ധിമാന്മാരായ വിദ്യാർത്ഥികള് ഒരു +2 കഴിയുമ്പോൾ തന്നെ നാട് വിട്ടു പോവുകയാണ്. അപ്പോൾ ജർമ്മൻ പഠിച്ച് ജർമ്മനിയിലേക്കാണ് കൂട്ടപലായനം നടക്കുന്നത്. പ്രതിഭ ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ അബ്രഹാം ജോസഫ് അധ്യക്ഷനായിരുന്നു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിജിനി ടോമി മുഖ്യ സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെന്നി ബെന്നി, അംഗൻവാടി വർക്കർ ലൂസി സിസി, പ്രതിഭ സെക്രട്ടറി ടോമി വേലംകുന്നിൽ, തോമസ് കുഴിയംപ്ലാവിൽ, രാജു മുപ്പാത്ത്, സാന്റോ നെല്ലേടത്ത്, സോജി ജോൺ, ഗ്ലാഡീസ് സാന്റോ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്വർണ്ണമാല തിരികെ ലഭിച്ച സന്തോഷത്തിൽ ഉടമസ്ഥരായ സോണിയും ഭർത്താവ് ബെൻഹർട്ടും ചേർന്ന് കുട്ടികൾക്ക് സ്നേഹ സമ്മാനങ്ങളും നൽകി. ഇടുക്കി ലൈവ് ന്യൂസ്, ഇടുക്കി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. LKG UKG പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. എഫിഷ്യന്റ് ടീച്ചേഴ്സ്, സ്മാർട്ട് ക്ലാസ്, ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം, IT ക്ലാസ്. കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, സ്കൂൾ ബസ് സർവീസ്, പ്ലേ പാർക്ക്, വാട്ടർ പ്യൂരിഫയർ. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന.